ഹലോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമസ്കാരം. ഈ ചിത്രം നിങ്ങൾ തീർച്ചയായും ഇതിൻ്റെ ഡ്രോയിങ് ഡൗൺലോഡ് ചെയ്യണം. കാരണം കുറച്ച് ഷേപ്പിൻ്റെയൊക്കെ കാര്യങ്ങൾ ഇതിൽ പഠിക്കാനുണ്ട്. അപ്പോൾ അതിനുശേഷം അത് നോക്കി നന്നായി വരയ്ക്കുക. ഇവിടെ നമ്മൾ പോംഗ്രാനൈറ്റ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഹിന്ദിയിലാണെങ്കിൽ അനാർ എന്ന് പറയുന്ന, മലയാളത്തിൽ പലപ്പോഴും പലർ പറയുന്നത് മാതള നാരങ്ങ എന്നാണ്. ഇവിടെ ഉപയോഗിക്കുന്ന രീതിയും അഡ്വാൻസ്ഡ് വാട്ടർ കളറാണ്. കുറച്ച് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് കഴിയുന്നതുപോലെ ചെയ്യുക. ലൈറ്റായ ക്രിംസൺ റെഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വെളിച്ചം വരുന്ന ഭാഗത്ത് ഇവിടെ ഹൈലൈറ്റിൻ്റെ അത്യാവശ്യമുണ്ട്, അതെല്ലാം ശ്രദ്ധിക്കണം. അപ്പോൾ ഉപയോഗിക്കുന്ന രീതി നല്ല ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. പോംഗ്രാനൈറ്റിൻ്റെ പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന അഗ്രഭാഗത്തുള്ള പൂവിൻ്റെ ഭാഗം ഉണ്ടാവുമല്ലോ, അതാണ് ഞാൻ അവിടെ വരച്ചത്. ശേഷം ആ വെറ്റായിരിക്കുമ്പോൾ തന്നെ കുറച്ച് കൂടി റെഡ് ചേർക്കുന്നു, കുറച്ച് സ്കാർലറ്റ് ചേർക്കുന്നുണ്ട്. സ്കാർലറ്റും ക്രിംസൺ റെഡുമാണ് പ്രധാനപ്പെട്ട നിറം. ഉരുണ്ടായി തോന്നിക്കാൻ ഇതിൻ്റെ ലൈറ്റ് ആൻഡ് ഷെയ്ഡിനെ കുറിച്ച് പഠിക്കണം. നമുക്ക് ഡ്രോയിങ് അറിയാത്തവരാണെങ്കിൽ ഇതിൻ്റെ ലൈറ്റ് ആൻഡ് ഷെയ്ഡിനെ കുറിച്ച് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ നിങ്ങൾ അത് പഠിക്കാൻ ശ്രമിക്കുക. ഇവിടെ ഞാൻ പറയുന്നത് പോലെ ചെയ്ത് നോക്കുക. ഇവിടെ കണ്ടോ, മുകൾ ഭാഗത്തെ കൂടുതൽ ലൈറ്റ് നിറങ്ങളും ഹൈലൈറ്റും വിട്ടതിന് ശേഷം താഴ്ഭാഗത്തേക്ക് ഡാർക്ക് നിറമാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ ഡ്രോയിങ് ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇവിടെ നമ്മൾ ഈ പറഞ്ഞ ലൈറ്റ് ആൻഡ് ഷെയ്ഡെല്ലാം വളരെ വൃത്തിയായി നിങ്ങൾക്ക് ഡ്രോയിങ്ങിലൂടെ പറഞ്ഞു തരികയും അതിനെ വാട്ടർ കളറിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു തരികയും ചെയ്യുന്നുണ്ട്. തീർച്ചയായും നിങ്ങൾ അതിൽ പങ്കെടുത്താൽ നിങ്ങൾക്ക് നല്ല ഉപകാരമായിരിക്കും. അപ്പോൾ അത് ഉരുണ്ടതായി ഒറ്റ ലെയർ ചെയ്തപ്പോൾ തന്നെ ഉരുണ്ടതായി തോന്നുന്നത് കാണാം. അടുത്തതിനെ വരയ്ക്കുകയാണ്. രണ്ടെണ്ണമുണ്ട്, ഒന്ന് ചെറുതും ഒന്ന് വലുതും. ഉപയോഗിക്കുന്ന നിറങ്ങളെല്ലാം അത് തന്നെയാണ്. ആദ്യം ലൈറ്റായാണ് ഉപയോഗിക്കുന്നത്. ഒരു ലെയറിൽ തന്നെ നമ്മൾ വെറ്റ് ഓൺ വെറ്റായാണ് ഈ ഡാർക്ക് നിറം ഉപയോഗിക്കുന്നത്. കണ്ടോ, ആദ്യം ലൈറ്റായി ഉപയോഗിച്ച് പിന്നെ നേരിട്ട് ഡാർക്ക് നിറം ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ നനഞ്ഞ ഭാഗത്തേക്ക് അത് പരന്നു പോകുന്നത് കാണാം. ഉരുണ്ടതായി വരുന്നത് കാണാം. ഹൈലൈറ്റ് ഉണ്ട്, കുറച്ചൊന്ന് പരത്തിയെടുക്കുന്നു. ഇതെല്ലാം ഒരു ട്രിക്കാണ്. ഈ ട്രിക്ക് നിങ്ങൾ ചെയ്ത് നോക്കി പഠിക്കുക. നല്ല ബ്രഷും നല്ല വാട്ടർ കളറും ഉണ്ടെങ്കിൽ ഇതിനേക്കാൾ നന്നായി നമുക്ക് ചെയ്യാൻ കഴിയും. ഈ ചിത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം ആ രണ്ട് പഴങ്ങളും അതിൻ്റെ ഹൈലൈറ്റും അതിൻ്റെ ഉരുണ്ടായി തോന്നിപ്പിക്കലും എല്ലാമാണ്. വരയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും, പക്ഷേ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. കുറച്ചുകൂടി ബ്ലൂ അതിൽ മിക്സ് ചെയ്ത് കുറച്ചുകൂടി ഡാർക്ക് ആക്കുന്നു, അതായത് വയലറ്റാണ് ആവുന്നത്. താഴ്ഭാഗത്ത് ചേർക്കുന്നു. കണ്ടോ, അപ്പോൾ അവിടെ നനഞ്ഞിരിക്കുന്ന റെഡിലേക്ക് അത് പരന്നു പോകും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. വെറ്റ് ഓൺ വെറ്റായിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വരയ്ക്കുന്നില്ല. പലപ്പോഴും ഈ ഒരു ചലഞ്ചിൽ ഞാൻ ബാക്ക്ഗ്രൗണ്ട് വരച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൂടി വരയ്ക്കുമ്പോഴാണ് നന്നാവുന്നത്. ഇവിടെ ആ ഹൈലൈറ്റിൻ്റെ ഭാഗത്ത് കുറച്ച് ഓറഞ്ച് ചേർക്കുന്നു. കുറച്ച് വയലറ്റ് കൂടി ചേർക്കുന്നു. ഓരോ ലെയർ ഉണങ്ങി വരുന്നതിന് ശേഷം നമുക്ക് നന്നായി ചെയ്യാൻ കഴിയും. പക്ഷേ ഇവിടെ വെറ്റ് ഓൺ വെറ്റായാണ് ചെയ്യുന്നത്. ഇനി ഇലകളെ വരയ്ക്കുകയാണ്. ആ ഒരു പോംഗ്രാനൈറ്റ് വരച്ച ഭാഗം ഏകദേശം ഉണങ്ങിയിട്ടുണ്ട്. യെല്ലോ ഓക്കറും പെർമനന്റ് ഗ്രീനും ലെമൺ യെല്ലോയും മിക്സ് ചെയ്ത നിറമാണ്. മുകളിലുള്ള ഇലകൾ വരയ്ക്കുന്നു. ചെറിയ ഇലകളാണ് ഇതിനുണ്ടാവുന്നത്. ജസ്റ്റ് ഒറ്റ സ്ട്രോക്ക് കൊണ്ട് നമുക്കൊരു ഇല വരയ്ക്കാൻ കഴിയുന്ന രീതിയിൽ സിമ്പിളാക്കിയിരിക്കുകയാണ്. ഇലകൾ ഓരോന്നോരോന്ന് വരച്ചെടുക്കുന്നു. ലൈറ്റ് നിറങ്ങളാണ്, ഒപ്പം ഡാർക്ക് നിറങ്ങളും ചിലത് വേണം. അതിന് റെഡ് ഗ്രീൻ ഉപയോഗിക്കുന്നു. ഒറ്റ നിറം കൊണ്ട് മാത്രം വരയ്ക്കാതിരിക്കുക. 2-3 നിറങ്ങൾ, ഗ്രീനിൻ്റെ തന്നെ പല വേർഷൻസ് നമ്മൾ ഉപയോഗിച്ച് പഠിക്കണം. ഇവിടെ ജസ്റ്റ് ആ ഡാർക്ക് കൊണ്ട് ടച്ച് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു നനഞ്ഞ ഭാഗത്തേക്ക് പരന്നു വരുന്നു. ഇനി താഴെ അതിൻ്റെ ഒരു പൂവുണ്ട്, ഓറഞ്ച് നിറത്തിലുള്ള ഒരു പൂവുണ്ട്. അതിൽ കുറച്ച് റെഡ് കൂടി ചേർത്ത് അതിനെ വരയ്ക്കുന്നു. അതിന് അത്ര ഡീറ്റെയിൽ ആയല്ല വരയ്ക്കുന്നത്. നമ്മളുടെ ആ പഴങ്ങളാണ് ഇവിടെ പ്രധാനപ്പെട്ട കാര്യം. ഈ പഴങ്ങൾക്ക് പല നിറങ്ങളുണ്ട്. പലപ്പോഴും പല സ്ഥലങ്ങളിലും അത് ബ്രൗൺ നിറത്തിൽ കാണാറുണ്ട്, റെഡ് നിറത്തിൽ കാണാറുണ്ട്, കുറച്ചൊന്ന് വയലറ്റ് നിറത്തിൽ കാണാറുണ്ട്, ഡാർക്കായ നിറങ്ങളെല്ലാം കാണാറുണ്ട്. ഇവിടെ ഞാൻ റെഡാണ് കൂടുതൽ ഉപയോഗിച്ചത് എന്ന് മാത്രം. ഇനി ഡാർക്കായ ബ്ലൂ മിക്സ് ചെയ്ത് അതിൻ്റെ തണ്ട്, അതിൻ്റെ ഒരു ഞെട്ടും എല്ലാം വരുന്ന ഒരു ഭാഗം വരയ്ക്കുകയാണ്. വയലറ്റാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ ഔട്ട്ലൈൻ ചെയ്യുന്നില്ല. നമ്മൾ പതുക്കെ വാട്ടർ കളർ പെയിൻറ്റിങ് എന്ന രീതിയിലേക്ക് എത്തുകയാണ്. അതായത് ഇല്ലുസ്ട്രേഷൻ എന്ന രീതിയിൽ നിന്ന് പലപ്പോഴും നമ്മൾ വിട്ടുപോകുന്നത്
എല്ലാവർക്കും വാട്ടർ കളർ പെയിൻറ്റിങ് എങ്ങനെ ചെയ്യാമെന്ന് കൂടി പഠിക്കാനാണ്. നമ്മൾ പെന്നുകൊണ്ട് വരച്ച് ചെയ്യുന്ന ആ ചിത്രങ്ങളെ ഇല്ലുസ്ട്രേഷൻ എന്നാണ് പറയുന്നത്. ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. ഇത് ഇല്ലുസ്ട്രേഷൻ അല്ല, ഇത് പെയിൻറ്റിങ് ആണ്. കുറച്ച് ഡീറ്റെയിലുകൾ ചേർക്കുന്ന വയലറ്റ് കൊണ്ട് ഡാർക്കായ ഭാഗങ്ങളിൽ മാത്രമാണ് ചെയ്യുന്നത്. ലൈറ്റായ ഭാഗങ്ങളിലേക്ക് ആ നിറം പരന്ന് പോകാൻ സൂക്ഷിക്കണം. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കൂടി വരയ്ക്കുകയാണെങ്കിൽ ഇത് ഇതിനേക്കാൾ നന്നായിരിക്കും, പക്ഷേ ഇവിടെ ചെയ്യുന്നില്ല. ഇനി നമ്മൾ എന്നും ചെയ്യുന്നത് പോലെ കുറച്ചൊന്ന് പരത്തിയെടുക്കുകയാണ്. ക്രിംസൺ റെഡാണ് ഉപയോഗിക്കുന്നത്. അവിടെ എവിടെയെല്ലാം കുറച്ച് ഒറ്റിച്ചു വന്നു. ഗ്രീനും കുറച്ച് പരത്തിയെടുക്കുന്നുണ്ട്. ഗ്രീനും വേണം, ക്രിംസണും വേണം, എല്ലാം വേണം. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ചെയ്യണോ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. അതെല്ലാം നിങ്ങളുടെ കയ്യിലാണ്. ഞാൻ എപ്പോഴും പറയലുണ്ടല്ലോ, നിങ്ങൾക്ക് നല്ല ഫ്രീഡം ഉണ്ട് ഇവിടെ. ഇതുപോലെ തന്നെ വരയ്ക്കണമെന്നില്ല, നിങ്ങൾക്ക് പല രീതിയിൽ ഇതിനെ വരയ്ക്കാം. കേട്ടോ, കുറച്ചൊന്ന് പരത്തിയെടുത്തു, കുറച്ചൊന്ന് സ്പ്രേ ചെയ്യുന്നു. ഓരോ ബ്രഷ് കൊണ്ട് സ്പ്രേ ചെയ്യുന്നത് പല രീതിയിലായിരിക്കും, അതുകൊണ്ട് ബ്രഷുകൾ ശ്രദ്ധിക്കേണ്ടതാണ്. അല്പം ലെമണെല്ലോ എടുക്കുന്നു, അതും അല്പം സ്പ്രേ ചെയ്യുന്നു. ഈ ചിത്രം ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതലുള്ള നിറങ്ങളെല്ലാം ഞാൻ അവിടെ നിന്ന് പിക്ക് ചെയ്തിരുന്നു. ആവശ്യത്തിനുള്ളത് മാത്രം അവിടെ വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തീർച്ചയായും അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ചെയ്ത് ഇമെയിൽ അയയ്ക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.